ഹലോ, ഒരു ഹെൽത്തി മട്ടൺ സൂപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? ഇനി വിൻ്ററൊക്കെ അല്ലേ വരുന്നത്. തണുപ്പിന് ഏറ്റവും നല്ല, ബോഡിക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാനും ഏറ്റവും നല്ലതാണ് മട്ടൺ സൂപ്പ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ മട്ടനാണ് മേടിച്ചത്. മട്ടനകത്ത് കൂടുതലായിട്ട് ബോണാണ്. സൂപ്പിന് ആവശ്യമായത് ബോൺ ടൈപ്പ് മട്ടനാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി ചതച്ചിടുക, പിന്നെ കുരുമുളകും ചതച്ചിടുക. അതിനുശേഷം കുറച്ച് സ്പൈസസ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിന് വേണ്ട സ്പൈസസ്: കരിഞ്ജീരകം, തക്കോലം, കരിഞ്ജീരകം, ഉലുവ ആൻഡ് പെരിഞ്ജീരകം, ജീരകം, സാജീരകം, കറുവപ്പട്ട, ഏലക്ക, പിന്നെ ഗ്രാമ്പു, പിന്നെ അയ്മോദകം, പിന്നെ ജാതിപത്രി. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പല്ലേ നമ്മളുണ്ടാക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ പിന്നെ മട്ടണിലേക്ക് മിക്സ് ചെയ്യുന്നു. അത് പിന്നെ ഇടിക്കൊന്നും വേണ്ട, ചതയ്ക്കൊന്നും വേണ്ട. അത് അതിനകത്തേക്ക് ഡയറക്റ്റ് അത് ചൂടാക്കി ഇടുന്നവർക്കും അങ്ങനെ ഓപ്ഷനിലാണ്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ സാൾട്ട് ഉപയോഗിക്കുന്നത് ഹിമാലയൻ സാൾട്ടാണ്. അത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അതിട്ടത്. ഏത് സാൾട്ട് ഇടുക, അങ്ങനെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു. എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച്. തണുത്ത് ഒഴിക്കുന്നവർക്കും തണുത്ത് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നു. പിന്നെ ഉപ്പ് ജസ്റ്റ് അത് ആയോന്നൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം, അതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ടോയെന്ന്. പിന്നെ നന്നായിട്ട് പിന്നെ ഒത്തിരി വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട, പിന്നെയാണ് വെള്ളം. ഇതിനകത്ത് ഒരു സ്പൂൺ ഇട്ടത് കണ്ടോ? ആ സ്പൂൺ ഇട്ടതെന്ന് വെച്ചാൽ ഈ മട്ടനകത്ത് ഒത്തിരി ഇങ്ങനെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് വിസിലടിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവും. അത് ആവാതിരിക്കാൻ വേണ്ടി ഒരു കിച്ചൺ ഹാക്കാട്ടോ അത്. ട്രൈ ചെയ്ത് നോക്കട്ടോ ഒന്ന്. ഞാനത് ട്രൈ ചെയ്ത് പരീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് അടച്ച് വെച്ച് 5-6 വിസിൽ അടുപ്പിക്കുക. ഓരോ മട്ടനും ഓരോ വേഗമായിരിക്കും. അപ്പം ഞാൻ ഈ മട്ടൻ എന്തായാലും ഞാൻ 2ാമത്തെ പ്രാവശ്യം മേടിച്ചുണ്ടാക്കുന്നതുകൊണ്ട് 5 വിസിലടിച്ചു. എന്നിട്ട് 3 വിസിൽ ഫുള്ളും ബാക്കി 2 വിസിൽ സ്ലോ ആയിട്ട് വെച്ചു. അങ്ങനെ ടോട്ടൽ 5 വിസിലാണ്. ഇത് നോക്കിയാൽ നോക്കുന്ന മട്ടൻ നന്നായിട്ട് അതിൻ്റെ വെന്ത് അതിൻ്റെ ബോണൊക്കെ അതിനകത്തുണ്ടായിരുന്ന ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ആവശ്യാനുസരണം ആഡ് ചെയ്യാം. കാരണം സൂപ്പല്ല നമ്മൾ കുടിക്കുന്നത്, അപ്പോൾ ഒത്തിരി ഗ്രേവി പോലെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് എടുക്കുക. പിന്നെ ഏറ്റവും സ്പെഷ്യൽ വേണ്ടത് മല്ലിയിലയാണ്. ആ സൂപ്പിന് എപ്പോഴും ഫ്ലേവർ ചെയ്യുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ തിളപ്പിക്കുക. അതിനുശേഷം ഒരു ബൗളിനകത്ത് നമുക്കൊരു സ്പൂൺ വെച്ച് സേവ് ചെയ്യാവുന്നതാണ്. മസ്റ്റ് ട്രൈ ചെയ്യണം. ഡെലിവറി കഴിഞ്ഞവർക്കും ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ ബോഡി പെയിൻ ഒക്കെയാണ്, അപ്പോൾ നന്നായിട്ട് കുടിക്കുക.